ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ വോക്സ് വാഗൺ ഇന്ത്യയിൽ എത്തിക്കുന്ന രണ്ടാമത്തെ GTI മോഡലായ ഗോൾഫ് ഇന്നലെ അവതരിപ്പിച്ചു. പൂർണ്ണമായും വിദേശത്ത് നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഈ വാഹനത്തിന്റെ ഔദ്യോഗിക വിലപ്രഖ്യാപനം ഇതുവരെയും നടന്നിട്ടില്ല. അതേസമയം വാഹനത്തിന്റെ വിതരണം എപ്പോൾ മുതൽ ആരംഭിക്കുമെന്ന് നിർമ്മാതാക്കൾ വെളിപ്പെടുത്തിയിട്ടില്ല. വിദേശത്ത് നിന്ന് എത്തുന്നതിനാൽ തന്നെ ഗോൾഫ് GTIയുടെ ആദ്യ ബാച്ചിൽ 150 വാഹനം മാത്രമായിരിക്കും ഉണ്ടാകുക എന്നാണ് വിവരം. ബുക്കിംഗ് ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യ ബാച്ചിലെ വാഹനങ്ങൾ വിറ്റഴിച്ചതായും നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നു. മെയ് 5-നാണ് ഗോൾഫ് GTIയുടെ ഔദ്യോഗിക ബുക്കിംഗ് വോക്സ് വാഗൺ ആരംഭിച്ചത്. ഓൺലൈനായാണ് ഈ വാഹനം ബുക്ക് ചെയ്യാൻ അവസരം ഒരുക്കിയിരിക്കുന്നത്. വോക്സ് വാഗൺ ഇന്ത്യയിൽ എത്തിക്കുന്ന രണ്ടാമത്തെ GTI മോഡലാണ് ഗോൾഫ് GTI. മുമ്പ് പോളോയുടെ 3 ഡോർ GTI മോഡൽ ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട്. വോക്സ് വാഗണിന്റെ 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് കരുത്തേകുന്നത്. 265 HP പവറും 370 Nm ടോർക്കുമാണ് എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന കരുത്ത്. 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. 5.9 സെക്കൻഡിൽ 0-ൽ നിന്ന് 100 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ഈ വാഹനത്തിന് സാധിക്കും. ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാവുന്ന ഡിഫറൻഷ്യൽ ലോക്ക് നൽകിയിട്ടുള്ള ഗോൾഫ് GTIയുടെ സവിശേഷതയാണ്. ഓപ്ഷണൽ അഡാപ്റ്റീവ് സസ്പെൻഷനും ഇതിലുണ്ട്. മാട്രിക്സ് LED ഹെഡ്ലാമ്പ്, 3D LED ടെയിൽ ലാമ്പ്, 18 ഇഞ്ച് റിച്ച് മൗണ്ട് ഡയമണ്ട് കട്ട് അലോയ് വീൽ, GTI ബാഡ്ജുകൾ, മുന്നിൽ നൽകിയിട്ടുള്ള വോക്സ് വാഗൺ ലോഗോയ്ക്ക് മുകളിലും ബ്രേക്ക് കാലിപ്പറിലും റെഡ് ഇലുമിനേറ്റിംഗ് എലമെന്റുകൾ എന്നിവയാണ് ഈ വാഹനത്തിന്റെ സ്പോർട്ടി ഭാവമാകുന്നത്. വോക്സ് വാഗൺ ഇന്ത്യയുടെ വാഹന നിരയിലേക്ക് ഏറ്റവും ഒടുവിലെത്തിയ ടിഗ്വാൻ R ലൈനിന്റെ ഇന്റീരിയറും ഏറെ ചേർന്ന് നിൽക്കുന്ന ഇന്റീരിയർ ആണ് ഗോൾഫിലേതും. 15 ഇഞ്ച് വലിപ്പമുള്ള ഫ്രീ സ്റ്റാൻഡിംഗ് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം, 10.3 ഇഞ്ച് വലുപ്പത്തിൽ തീർത്തിരിക്കുന്ന ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, GTI സ്പെക് സ്റ്റിയറിംഗ് വീൽ, സ്പോർട്സ് സീറ്റുകൾ, ആഗോള മോഡലുകളിൽ നൽകിയിട്ടുള്ള ടാർഡൻ സീറ്റ് അപ്പോൾസ്റ്ററി തുടങ്ങിയവയാണ് ഇന്റീരിയറിൽ നൽകിയിട്ടുള്ളത്.